നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രജനോട് സ്വപ്നവല്ലി പറഞ്ഞു, നിന്റെ കുഞ്ഞിന്റെ പിറന്നാളാഘോഷം ഇവിടെ നടക്കണേ ഈ സമയത്ത് അവളുടെ മനസ്സ് വേദനയ്ക്കുണ്ടെന്ന് കരുതുവാണെങ്കിൽ നീ ഇവിടെ മര്യാദയ്ക്ക് നിന്ന് ഈ ആഘോഷത്തിൽ പങ്കെടുത്ത് പോവുക ചെയ്യണ്ടേ. നല്ലൊരു അമ്മ അങ്ങനെ ചെയ്യണ്ടേന്ന് പറയണം. ഇനി നിന്റെ ഇഷ്ടം എന്ന് പറയാം. ഇത് കേട്ടിപ്പോൾ രജനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രജന ഒന്നും മിണ്ടാതെ നിന്നു. ഈ സമയത്ത് ചിപ്പിമോളുടെ കൈ പിടിച്ച് അങ്ങനെ ഇഷിതയും മഹേഷും കൂടെ കേക്ക് കട്ട് ചെയ്യുവാണ്. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ചിപ്പിമോൾ എന്ത് ചെയ്യും, ആദ്യം ടാഡിയെന്നും പറഞ്ഞുകൊണ്ട് മഹേഷിന് കൊണ്ടേ കൊടുക്കുകയാണ്. പിന്നീട് ഒരു ചെറിയ പീസ് എടുത്ത് കയ്യിലേക്ക് എടുത്തു. ഈ സമയത്ത് രചന ചിപ്പിമോളെ നോക്കി, അതുപോലെ തന്നെ ഇഷിതയെ നോക്കി. രചന ഓർത്ത് തനിക്ക് കൊണ്ട് തരും എന്നൊരു പ്രതീക്ഷയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാ സംഭവിച്ച. ചിപ്പിമോള് നേരെ അത് കൊണ്ടേ കൊടുത്ത് ഇഷിതയുടെ അടുത്തേക്കാണ്. ഇഷിതയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മേ ഇതാ കേക്കെന്ന് പറയണം. അമ്മയെന്നുള്ള വിളിയും ആ കേക്ക് കൊടുക്കലോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല രചനയ്ക്ക് അങ്ങോട്ടേക്ക്. അങ്ങനെ ഇഷിതയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ സമയം രചനയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നുപോയി. അതുപോലെ തന്നെയായിരുന്നു മഹേഷിൻ്റെ മനസ്സിലും. കാരണം ഇതുപോലെ ഒരു പിറന്നാൾ ദിനത്തിൽ തന്നെ വിളിച്ചു വരുത്തിയതായിരുന്നു ആദി വിളിച്ചു വരുത്തിയിട്ട് അന്ന് കേക്ക് കൊടുക്കണ സമയത്ത് തൻ്റെ അടുത്തേക്ക് കേക്ക് പീസുമായിട്ട് വന്നിട്ട് അത് ആകാശിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. അന്ന് താൻ അപമാനിതനായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അതേ സിറ്റുവേഷൻ വീണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ചിപ്പിമോള് രചനയെ നന്നായിട്ടൊന്ന് ആക്കി വിട്ടു. കാരണം രചന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നുള്ള കാര്യം. അന്ന് മഹേഷിനെ അങ്ങനെ നാണം കെടുത്തി വിട്ടാന് പകരം ഇന്നാണ്ട് ചിപ്പിമോള് രചനയെ നാണം കെടുത്തിയിരിക്കുന്നു. പക്ഷേ അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കാനൊന്നും പോയില്ല. രചനയുടെ അടുത്തേക്ക് പോലും പോയില്ല. പകരം ഇഷിതയുടെ അടുത്തേക്ക് അമ്മയെന്ന് വിളിച്ചിട്ട് ഇഷിതയ്ക്കാണ് സ്നേഹത്തോടെ കൊടുത്തത്. അതിനുശേഷം ആദിക്ക് കൊടുത്തു, കിരണിനൊക്കെ കൊടുത്തു. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് സഹിച്ചില്ല. തനിക്കൊരു വിലയും തന്നില്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ രചന ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പുറത്തേക്ക്. ആ സമയത്ത് ആദ്യം എന്ത് ചെയ്യുവാണ്, ആദ്യം കൊണ്ട് ചിപ്പിമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നല്ല വില കൂടിയ റിങ് തന്നെയായിരുന്നു കൊടുത്തത്. അത് കണ്ടപ്പോൾ ചിപ്പിമോൾക്ക് ഭയങ്കര സന്തോഷമായി. ആഹാ കൊള്ളാലോ, ആദ്യമായിട്ട് ഇതെപ്പോൾ വാങ്ങിയതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദ്യം പറഞ്ഞു, അതൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്ന, ഇതിനെവിടുന്ന പൈസ എവിടുന്നാന്നൊക്കെ ചോദിക്കണം. അതെ എൻ്റെ പോക്കറ്റ് മണിയാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. അങ്ങനെ ചിപ്പിമോൾക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവരവിടെ സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് രചന ആകെപ്പാടെ കട്ട കലിപ്പോട് കൂടിയിട്ട് പുറത്തു വന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങുന്ന സമയത്താണ് ഇഷിത അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രചനയ്ക്ക് സഹിച്ചില്ല. രചനയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും പോവാണ്. തൻ്റെ മോളെ തട്ടിയെടുക്കാനായിട്ട് വന്നവള് എന്നൊരു ചിന്തയായിരുന്നു രചനയുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ. പിന്നീട് രചന പറഞ്ഞു, എനിക്കെല്ലാം അറിയാടി, നീ എൻ്റെ മോനെ തട്ടിയെടുക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞ്, തട്ടിയെടുക്കാനോ? ഞാൻ നിങ്ങളുടെ മോനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നൊന്നുമല്ല, അവൻ തനിയെ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാണ്. അതേടി, നീ നിൻ്റെ വായത്താള് വിട്ട് അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. പക്ഷേ ഉണ്ടല്ലോ, ഈ രചന ആരാ നിനക്ക് അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഇഷത പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ നീ അവന് കുറച്ച് സ്നേഹം കൊടുത്ത് അവനെ വളർത്ത്. അറിയാലോ, സ്നേഹം കിട്ടേണ്ട പ്രായം അവന്. സ്നേഹം കിട്ടുന്ന എവിടെയാണോ അങ്ങോട്ടേക്ക് അവൻ പോകത്തുള്ളൂ എന്ന് പറയണം. പക്ഷേ ഇപ്പോഴും നിനക്കത് മനസ്സിലായിട്ടില്ല. നിൻ്റെ മോൻ ഇന്ന് എൻ്റെ മുന്നിൽ മനസ്സും തുറന്നു. പിന്നെ നീ പറയുന്നുണ്ടല്ലോ, നിൻ്റെ ആകാശം എന്നൊക്കെ പറയൂല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം അവനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആരാന്നറിയോ? ആകാശിനെ. അവൻ പറഞ്ഞെന്നോട് ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് അവൻ വാങ്ങി വെച്ച ആ ബർത്ത്ഡേ ഗിഫ്റ്റ് നിൻ്റെ കൂടെയുള്ള നിൻ്റെ കാമുകളിൽ നിന്ന് വിളിക്കപ്പെടുന്ന അവന് നിലത്ത് ചവിട്ടി അരച്ച കഥയൊക്കെ എന്നോട് വന്ന് പറഞ്ഞു. അവൻ്റെ മനസ്സിനെയാണ് നീ നോവിച്ച രചന. അറിയാലോ, അവൻ്റെ മനസ്സ് മുറിവേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന വരെ എല്ലാത്തിനും കാരണം നീ ഒറ്റയൊരുത്തിയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, ഞാൻ അങ്ങനെ കാരണമാവും, ഒരിക്കലും അല്ല എന്ന് പറയണം. ഇപ്പം തന്നെ കണ്ടില്ലേ, അവൻ്റെ മനസ്സ് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. ശരിക്കും നീ ചെയ്യേണ്ടിയിരുന്നത് എന്താണെന്നറിയോ? ഇന്ന് ചിപ്പിമോളുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ അവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു. ചിപ്പിമോളുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കണമായിരുന്നു. ഇനിയിപ്പം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അവളുടെ അമ്മയല്ലേ, അപ്പം നിനക്ക് ഇവിടെ വന്നിട്ട് അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കായിരുന്നു. ഒരാശംസയും പറഞ്ഞ് ഒരു ചെറിയ ഗിഫ്റ്റും കൊടുത്തിട്ട് പോകണമെങ്കിൽ ആദ്യക്ക് സന്തോഷമായിരുന്നു. ആദ്യയുടെ മനസ്സിൽ നിനക്ക് ഒരു വലിയ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പകരം നീ എന്താ ചെയ്തേ? പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയല്ലേ ചെയ്തേ? അങ്ങനെ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ശാശ്വതമായിട്ട് അവനെ കിട്ടത്തില്ല എന്ന് പറയണം. നിന്നിരുന്ന് അവന് ഒരു ദിവസം അകന്നു പോയിക്കൊണ്ടിരിക്കുക. അതിനിയെങ്കിലും നീ മനസ്സിലാക്കണമെന്ന് പറയണം. രചനയ്ക്ക് അടിയേറ്റവല്ലേ പോയി. രചന പെട്ടെന്ന് പറഞ്ഞു, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കുമൊന്നും വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഞാൻ തീരുമാനിക്കുമെന്ന് പറയണം. എൻ്റെ മോനെ അവനെ ഞാൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടത പറഞ്ഞു, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആദ്യക്കിപ്പം മനസ്സ് മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നിൻ്റെ അരിയിലേക്ക് വരുമോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയണം.
പിന്നെ അവൻ്റെ ഡാഡിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യം പിന്നെ ആദ്യയുടെ ഡാഡിയുടെ അടുത്തായിരിക്കും, അങ്ങോട്ടേക്ക് വരത്തു പോലില്ലെന്ന് പറയണം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രജനിക്ക് സങ്കടമായി. രജന വെല്ലുവിളിക്കുകയാണ് ഇഷിതേ, അന്നാ നിന്നെ ഞാൻ കാണിച്ചുതരാം, നീ കാത്തിരുന്നു, നിന്റെ അവസാനമായിരിക്കും ഇനി, എൻ്റെ മോനെയും കൂടെ എനിക്ക് നഷ്ടപ്പെട്ടില്ല, നിന്നെ പിന്നെ ഞാൻ ജീവനോടെ ഭൂമിക്ക് വിധ വെച്ചേക്കില്ല എന്നും വെല്ലുവിളിച്ചിട്ടാണ് അവളങ്ങോട്ടേക്ക് പോകുന്നത്. ഇഷിതയ്ക്ക് ഒട്ടും സങ്കടമൊന്നും ഇല്ലായിരുന്നു, കാരണം ഇഷിതയ്ക്ക് അറിയാം അവളുടെ സ്വഭാവം എന്താ എങ്ങനെയാന്നൊക്കെ. പിന്നീട് ആകാശാവപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ടും ആദ്യം രചന വന്നിട്ടില്ല. അപ്പോഴേക്കാണ് രചന അങ്ങോട്ടേക്ക് വരുന്നത്. രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പെട്ടെന്ന് അപ്പുറം പോയി നോക്കുവാണ്. കഥ തുറന്നു നടക്കുമല്ലേ, പുറത്ത് ആദ്യം കയറി വരുന്നുണ്ടോയെന്ന്. ആദ്യം കണ്ടില്ല. ഇതെന്താ രചന, ആദ്യം കണ്ടില്ലേ? ആദ്യം എന്തെന്ന് ചോദിക്കാം. അവനെ ഞാൻ കണ്ടു. ഓഹോ, അപ്പോൾ അവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കാം. അതേന്ന് പറയണം. എന്നിട്ട് എന്താ അവനെ കൂട്ടാത്തെന്ന് ചോദിക്കാം. അവൻ എൻ്റെ കൂടെ വരാൻ കൂട്ടാക്കിയില്ല, അവൻ അവിടെ ആഘോഷിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിഞ്ഞിപ്പോൾ ആകാശ് പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയായി കാര്യങ്ങളല്ലേ, ഇപ്പം നീ വെറും കറിവേപ്പില പോയി ഔട്ടായി. ഇഷിതയും മഹേഷും ആദ്യം കൂടെ സ്വന്തമാക്കിയില്ലെന്ന് ചോദിക്കാം. എൻ്റെ രചന, എന്നാലും നിന്നിൽ നിന്ന് ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആദ്യം അവർ കയ്യിലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവർ പറഞ്ഞ പോലെ ആയിരിക്കും ആദ്യം. ഇപ്പം നിനക്ക് മക്കളും ഇല്ല, ആരും ഇല്ലാത്ത അവസ്ഥ. ഞാനും കൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്നുമല്ലാതായി പോയി രചന എന്ന് പറയണം. രചനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. രചന പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ആകാശിന്? ഒരിക്കലും ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഈ രചനയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം. ആകാശ് പറഞ്ഞു, നീ ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇതിലായിട്ടും. എന്തേലും ഒന്ന് ചെയ്ത് കാണിക്കുക, അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം. രചന പറഞ്ഞു, ചെയ്യൂ ആകാശം, ഞാൻ ചെയ്യും. മുമ്പ് ചെയ്തതിന് പ്രതികാരം പോലെ ഇന്ന് ചിപ്പി എന്നോട് ചെയ്തതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് എന്ത് പ്രതികാരം ചെയ്തതെന്ന് പിന്നീട് മഹേഷിനോട് വിളിച്ചു വരുത്തി കേക്ക് കൊടുക്കാതെ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശിലൂടെ ഞെട്ടലുണ്ടായി. ആകാശിനെ പേടിക്കൊന്നും വേണ്ട, ഇതിനൊക്കെ നമ്മൾ കണക്ക് ചോദിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കണക്ക് ചോദിക്കും, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രചന പറഞ്ഞു, മതി, എനിക്കത് മതി. കാരണം എങ്ങനെ എനിക്ക് എൻ്റെ മോളെയും വേണം, രണ്ടുപേരെ ഇവിടെ കൊണ്ടുവരണം. അതിനെന്ത് ചീഞ്ഞ കളി കളിക്കാനും ഞാൻ തയ്യാറാന്ന് പറയണം. രചനയ്ക്ക് അത്രയ്ക്ക് ദേഷ്യവും സങ്കടമായിരുന്നു ഇഷിതയോടും മഹേഷിനോടും. കാരണം അവർ തൻ്റെ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തു എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ആ സമയത്ത് മഹേഷിൻ്റെ അടുത്ത് എന്നിട്ട് രാമനാഥൻ ചോദിച്ചു, അല്ല മോനെ, ആദ്യം കൊണ്ടേ വിരണ്ടെന്ന് ചോദിക്കുവാണ്. ഈ സമയം ഇഷിത വന്നിട്ടുണ്ട്. അത് ശരിയാ, അവനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ശരിയല്ലോ, കാരണം വൈകുന്നേരം കൊണ്ടേ വിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനി അവനെ ഇങ്ങോട്ടേക്ക് വരാൻ പോലും പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, അത് ശരിയാച്ചാ, പക്ഷേ എങ്കിൽ എന്താടാ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് ഒന്നുമില്ല എന്ന് പറയണം. ഇഷിത പറഞ്ഞു, വിടണം മഹേഷേ, അല്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറയണം. അവിടെ രചന കാത്തിരിക്കുന്നുണ്ടായിരിക്കും, ഒന്നുമല്ലല്ലോ, അവളൊരു അമ്മയല്ലേ, അപ്പം നമ്മൾ ആദ്യം പിടിച്ചു നിർത്തുന്നത് ശരിയല്ല, ആദ്യം ഇങ്ങോട്ടേക്ക് ഇനി ഇടയ്ക്ക് വന്നോളും, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. ഈ സമയം ചിപ്പിയും ആദ്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാണ് തൻ്റെ ചേട്ടൻ വന്നതിൽ. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ട് വന്നിട്ട് മോനും വീട്ടിൽ പോകണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ ചിപ്പി പറഞ്ഞു, ഇന്ന് പോകണ്ട ആദ്യേട്ടാ, നാളെ പോയാൽ മതി, ഇന്ന് പോകണ്ടെന്ന് പറയാം. അത് പറ്റില്ല ചിപ്പി, കാരണം ആദ്യം നിൻ്റെ ആദ്യേട്ടൻ്റെ അമ്മ അവിടെ കാത്തിരിക്കുമല്ലേ, അപ്പം നമ്മൾ ആദ്യേട്ടനെ ഇവിടെ പിടിച്ചു വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും രാമനാഥനും പറഞ്ഞു, അത് ശരിയല്ല മോനെ, ആദി നീ പോകണമെന്ന് പറയണം, നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ആർക്കും താല്പര്യക്കുറവുണ്ടായിട്ടല്ല, നിൻ്റെ അമ്മ അവിടെ വേദനിക്കുമെന്ന് കരുതിയിട്ട് മാത്രമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു, ശരി ഞാൻ പോകാമെന്ന് പറയണം. അപ്പോഴേക്കും ഇഷിതിച്ച് മോനെ എങ്ങനെ പോകാനാന്ന് ചോദിക്കണം. അതെ, ഞാനിവിടെ ഇറങ്ങിയിട്ടൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം ഇഷിതാമേ, ഓട്ടോയ്ക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ, ഞാൻ പോയിക്കോളാം എന്ന് പറയണം. അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. എടാ മഹേഷേ, നീ അവനെ കൊണ്ടേ വീട്ടിൽ വിടാൻ പറയണം, ഗേറ്റിൻ്റെ അവിടം വരെ കൊണ്ടേ വിട്ടാൽ മതി, അല്ലെങ്കിൽ പ്രശ്നമാവും. ചിലപ്പം ഇനിയിപ്പം രചനയുടെ കാര്യമല്ലേ, രചന കൊണ്ട് കേസ് കൊടുക്കും, തൻ്റെ മോനെ തട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട്, വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ, അതുകൊണ്ട് അവനെ അവിടെ കൊണ്ടേ വിട്ടിട്ട് വരാൻ പറയണം. അപ്പോഴേക്കും ഇഷിത ആദ്യം മുഖത്തേക്ക് നോക്കുക, കാരണം മഹേഷ് കൊണ്ടേ വിടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, അവൻ അത്രയ്ക്കൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ ആ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇഷിത മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.